കേരളത്തിൽ നടന്ന അസംബ്ലി ഇലക്ഷൻ സമയത്ത് വലിയൊരു ഡിസ്കഷനായിരുന്നു കേരളത്തിലെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള രണ്ട് IAS ഓഫീഷ്യൽസ്. മൂന്നാമതൊരു IAS ഓഫീസറാണ്, അദ്ദേഹം റിട്ടയർ ചെയ്ത ശേഷം വന്നതാണ് ബിജു പ്രഭാകർ, പഴയ കോൺഗ്രസ് നേതാവ് തച്ചടി പ്രഭാകരൻ്റെ മകൻ. അവർ ഈ കേരളത്തിലെ മലയാളം മീഡിയയിലും അതേപോലെ സോഷ്യൽ മീഡിയയിലും നിരന്തരമായിട്ട് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ തെറ്റുകൾ, കുറ്റങ്ങൾ, അവർ കാണിച്ച അഴിമതികൾ ഓരോന്നായിട്ട് അശോക്, അദ്ദേഹം ഒരു അതിമിടുക്കനായ ഒരു സിവിൽ സർവീസ് ഓഫീസറാണ്. ഡെറാഡൂണ് സിവിൽ സർവീസ് അക്കാഡമിയുടെ ഒക്കെ വളരെ സീനിയർ പോസ്റ്റിലും സീനിയർ ഫാക്കൽറ്റി ഡയറക്ടറൊക്കെ ആയിട്ടിരുന്ന മനുഷ്യനാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ പ്രശാന്ത്, കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ കൂടെ കലക്ടർ കോഴിക്കോട് ജില്ലാ കലക്ടറായിരിക്കുന്ന സമയത്ത് വലിയ മാറ്റങ്ങൾക്കൊക്കെ ശ്രമിച്ച മനുഷ്യനാണ്. അദ്ദേഹം അവിടുത്തെ MP രാഘവനുമായിട്ട് തെറ്റി മാപ്പ് പറയണമെന്ന് ഉറപ്പ് കുന്നംകുളം മാപ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടുകൊടുത്ത് വളരെയധികം കയ്യടി മേടിച്ചു. അപ്പം ഈ അശോക് എന്ന് പറഞ്ഞാൽ മലയാളം ഒരു ചാനലില്ലാത്ത അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറയുന്നത് കേട്ടു 4-ാം തീയതി വരെ അല്ലേ ഉള്ളൂ സസ്പെൻഷൻ, അതായത് ഈ റിസൾട്ട് വരുന്നിടം വരെ. അതിനുശേഷം ഈസിയായിട്ട് കയറാൻ പോകും, കോർട്ടിൽ പോയി അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നില്ല. പ്രശാന്തും അങ്ങനെയാണ് ധരിച്ച ഒരു സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ചാനലിലൊക്കെ നിരന്തരം ഇൻ്റർവ്യൂ കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു. ഇപ്പം സതീശൻ മന്ത്രിസഭ അധികാരത്തിൽ കയറി 10-12 ദിവസമായി, ഇവരെ പറ്റി യാതൊരു വിവരവുമില്ല. അതിനിടയ്ക്ക് പ്രശാന്തിൻ്റെ ഒരു ചെറിയ കുറിപ്പ് കേട്ടു. പ്രശാന്ത് എൻ്റെ ഫ്രണ്ടാണ്, സോഷ്യൽ മീഡിയയിൽ കൂടാണ് പരിചയപ്പെടുന്നത്. പിന്നെ നേരിട്ടോ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടു, അഭിപ്രായങ്ങൾ പറയാൻ പറ്റില്ല, അതിനെന്താണ് തടസ്സം? അപ്പോൾ ആദ്യമായിട്ടൊരു ചോദിക്കേണ്ടതാണ്, കാരണം ഇവരൊക്കെ വളരെ സീനിയർ IAS ഓഫീഷ്യൽസാണ്. ഇവർക്ക് ഈ പറയുന്ന IAS മാനുവലിൻ്റെ അകത്തും സിവിൽ സർവീസ് മാനുവലിൻ്റെ അകത്തും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അഭിപ്രായം പറയണം എന്നുണ്ടെങ്കിൽ അവർ പെർമിഷൻ മേടിച്ചിട്ട് അഭിപ്രായം പറയാൻ പറ്റുന്നുള്ളൂ, കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ അഭിപ്രായങ്ങൾ, അതായത് സസ്പെൻഡഡ് ആണ് ഈ ഓഫീഷ്യൽസ്, ഇവർക്കെങ്ങനെയാണ് അവിടെ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെ അഭിപ്രായം പറയാൻ പറ്റുന്നത്? ഉറപ്പായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരിക്കും. പക്ഷെ ആദ്യം മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയൻ ഗവൺമെൻറ് മാറിയിട്ട് സതീശൻ ഗവൺമെൻറ് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇമാജിനറി വേൾഡിലോട്ട് പോകാം, ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ ഗവൺമെൻറ് വരുന്നു. ഞാൻ വളരെ കൺഫേംഡ് ആണ് ഇവരെ തിരിച്ചെടുക്കുമായിരിക്കും, പക്ഷേ ഇവരെ കീ പോസ്റ്റ് വെക്കത്തില്ല 100%. അങ്ങനെയാണ് ഇന്ത്യയുടെ സിവിൽ സർവീസോ IASോ IPSും ഈ പല കീ ആയിട്ടുള്ള പല സർവീസുകളും ഇന്ത്യയിൽ പോകുന്നത്. അതാണ് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന അവരാണ് ആവുന്നത്. അവർക്കിഷ്ടമുള്ളവരെ അവർ വെക്കാറുള്ളൂ. ഓവർ സ്മാർട്ടും മിടുക്കരായിട്ട് സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവരെ ഒന്നും അവർ ഒറ്റ പോസ്റ്റിൽ വെക്കത്തില്ല. സാക്ഷാൽ നരേന്ദ്രമോദിയും വെക്കത്തില്ല, BJPയും വെക്കത്തില്ല. 100%. ഇപ്പോൾ കേരളമായതുകൊണ്ടാണ് നിങ്ങൾ ഈ 2 പേരുടെ പേരുകൾ കേൾക്കുന്നത്. ഇപ്പോൾ ഹരിയാനയിൽ അതിൻ്റെ കൂടെ കെംക, അയാളെപ്പറ്റി വരുന്നുണ്ട്. അതുപോലൊന്നും അല്ല, ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിൽ ഇതേപോലെ IAS IPS ഓഫീഷ്യൽസ് ഈ പറയുന്ന പോലെ സ്മാർട്ടാകാനും മിടുക്കന്മാർ തന്നെയാണ് ആകാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ഒതുക്കി ദൂരെ കളയും. സാക്ഷാൽ മോദി പോലും ഒതുക്കി ദൂരെ കളയും. ഇത് 100%. ഇവരെ ഞാൻ ചോദ്യം ചോദിക്കും. ഞാൻ ഈ പല സിവിൽ സർവീസ് ഓഫീഷ്യൽസുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞങ്ങളൊക്കെ ഇത്രയും വർഷം സാർ എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് വേണ്ടി നടത്തി കൊടുക്കുകയും, കാരണം അതിനകത്തുകൂടി ഞങ്ങളുടെ പല കാര്യങ്ങളും, അതാണ് അവരുടെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ സോഷ്യൽ മീഡിയയിലോ ഈ മീഡിയയിലോ ഒന്നും പറയാറൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നടത്തി കൊടുത്ത് 2 പേര് വന്ന് അവരാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? ഇത് റിയാലിറ്റിയാണ്. അതായത് ഞാൻ വീണ്ടും ആവർത്തിക്കാം, അതായത് സതീശൻ ഗവൺമെൻറ്
നിങ്ങളുടെ സസ്പെൻഷൻ റിവോക്ക് ചെയ്യുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കുകയില്ല മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പറയും സോഷ്യൽ മീഡിയയുമായിട്ടുള്ള ബന്ധം നിർത്താൻ പറയും, ഈ പറയുന്ന മീഡിയയ്ക്ക് ലീക്ക് ചെയ്യുന്ന പരിപാടി നിർത്താൻ പറയും. കാരണം അവർക്ക് താല്പര്യമുള്ളത് അവരുടെ കാര്യങ്ങൾ നടന്നു പോകണം. ഇപ്പം ഗവൺമെൻറ് ചെയ്യുന്ന ഒരു മിനിസ്ട്രിയുമായിട്ട് ചേർന്ന് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ചെയ്യുന്ന പ്രോജക്റ്റുകളും മറ്റു പല പരിപാടികളും ജനകീയമായിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ പോകുമ്പോൾ മന്ത്രിയായിരിക്കണം താരം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കണം താരം. അവിടെ ഒരു സിവിൽ സർവീസിനെ താരമാക്കാൻ ഇവർ സമ്മതിക്കത്തില്ല. 100% സമ്മതിക്കത്തില്ല. ഞാൻ ഗ്യാരണ്ടി വെച്ച് തരാം. കാരണം അവർ എലക്റ്റഡായിട്ട് കയറി വന്നതാണ്, അവരാണ് ഭരിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥനെ ഭരിക്കുന്ന മന്ത്രിയുടെ മുകളിൽ കയറി ഭരിക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഓവർ സ്മാർട്ടായിട്ടുള്ള ഇതേപോലെയുള്ള മിടുക്കന്മാരാണ്, അവരെ ഒന്നും ഇവർ അക്സെപ്റ്റ് ചെയ്യത്തേയില്ല. ഇപ്പം എടുത്തു കഴിഞ്ഞാൽ തന്നെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്കങ്ങ് വെക്കുക. നാരായണ സ്വാമി എന്ന് പറയുന്നത് സിവിൽ സർവീസ് റാങ്കൊക്കെ കിട്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ചങ്ങനാശ്ശേരിക്കാരൻ പട്ടര്. എവിടെ പോയി അദ്ദേഹം? കേന്ദ്ര സർവീസിൽ പോയി. എവിടെ പോയി? നാളികേര വികസന കോർപ്പറേഷനിൽ പോയി. എന്നിട്ട് എവിടെ പോയി? ഗവൺമെൻറ് ആവശ്യപ്പെട്ടു റിസൈൻ ചെയ്ത് പോയിക്കോളാൻ. ഇവരോടും ഗ്രാജുവലായിട്ട് ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ റിസൈൻ ചെയ്ത് സർവീസിൽ നിന്ന് പോകാനേ പറയത്തുള്ളൂ. അവർക്ക് ആദ്യത്തെ ഓപ്ഷൻ അതായിരിക്കും കൊടുക്കുന്നത്. കാരണം അവരുടെ മുകളിൽ ഭരിക്കാൻ ഒരു കാരണവശാലും ഒരു സിവിൽ സർവീസുകാരനെ സമ്മതിക്കത്തില്ല. അതാണ് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ, അതാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു IAS കളക്ടർ വരെയൊക്കെ വളരെ കുഴപ്പമില്ലാതെ പബ്ലിക്കായിട്ട് ഇൻട്രാക്റ്റൊക്കെ ചെയ്തു പോകാം. കലക്ടറിൻ്റെ മുകളിലോട്ട് കയറുമ്പോഴാണ് ഈ പ്രശ്നമാകുന്നത്. പൂർണ്ണമായിട്ടും സിവിൽ സർവീസിൻ്റെ കൺട്രോൾ അവരുടെ ഇതിനകത്തും എന്താണ് മന്ത്രിമാർ, ഈ പൊളിറ്റീഷ്യൻസ് മന്ത്രിമാരാകുന്ന അല്ലെങ്കിൽ സീനിയർ ഓഫീഷ്യൽസ് അവരുടെ ലക്ഷ്മൺ രേഖയുടെ അകത്ത് നിന്നോണം. ഇപ്പോൾ ചീഫ് സെക്രട്ടറിയെ പറ്റി ജയതിലകിനെ പറ്റി അഴിമതിക്കാരനാണ്, കോടയാണ്, കൊടച്ചക്രമാണ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെയും ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന ഈ കേരളത്തിലെ ഏറ്റവും ടോപ്പ് ബ്യൂറോക്രാറ്റാണ്. അയാൾക്ക് തീരുമാനിക്കാൻ പലതും കഴിയും. കാരണം അയാൾക്കിനി ജൂൺ വരെയൊക്കെ കാലാവധിയുണ്ട്. അയാൾ സർവീസിലിരിക്കുന്നിടത്തോളം കാലം ഇവരെ അവർ അങ്ങനെ ശരിയാക്കും. ഒരു കാരണവശാലും ഈ സതീശനോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കും. കാരണം സതീശനും ഈ ചീഫ് സെക്രട്ടറിയുമായി ഡെയിലി ഇൻട്രാക്ഷനുണ്ട്, എവറിഡേ ഇൻട്രാക്ഷനുണ്ട്. ഈ പറയുന്ന രണ്ടുപേരും അപ്പോയിൻമെൻ്റ് എടുത്ത് സതീശനെ കാണാൻ വരണം. പിന്നെ മറ്റുള്ള മന്ത്രിസഭയിലുള്ള മറ്റംഗങ്ങളോട് ചോദിക്കണം ഇവരെ എവിടെ പോസ്റ്റ് ചെയ്യണം, എന്ത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അത് അവരുടെയും കൂടെ സമ്മതം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ജനാധിപത്യ വ്യവസ്ഥ. അതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സിനിമയിൽ കാണുന്ന IASകാരനും സിനിമയിൽ കാണുന്ന IPSകാരനും ഒന്നും അല്ല. റിയൽ വേൾഡിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ അവർ പൂർണ്ണമായിട്ടും സർവീസിലിരിക്കുമ്പോൾ ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം. ഏതെങ്കിലും സിവിൽ സർവീസുകാരനും IASകാരനോ IPSകാരനോ സർവീസിലിരിക്കുന്ന സമയത്ത് പണി കിട്ടിയാൽ അവൻ്റെ ലൈഫിൻ്റെ 90% പോയി. പിന്നെ ഈ പറയുന്ന പ്രൊമോഷനും മണ്ണാങ്കട്ടിയായിട്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്ലൈ ചെയ്ത് ഡെപ്യൂട്ടേഷനോട് കേന്ദ്ര സർവീസിൽ വന്നാലും അവിടെയും അവർക്ക് നല്ല റിസോഴ്സസ് ഉണ്ട് ഗവൺമെൻറ്റിന്. ഈ IAS ഓഫീസർ എങ്ങനെയുണ്ട്, ഇയാളുടെ സ്വഭാവം എങ്ങനെയുണ്ട്, ഇത് മീഡിയ ലീക്ക് ചെയ്യുമോ, അത് ചെയ്യുക, മുഴുവൻ സ്കാൻ ചെയ്യും. അതിനുശേഷമേ അവരെടുക്കുകയുള്ളൂ. ഇതാണ് ഞാൻ അറിഞ്ഞിടത്തോളം. പിന്നെ ഞാനിത് TV കാണുമ്പോൾ ഞാൻ ഈ പ്രശാന്തൊക്കെ വളരെ ഭംഗിയായിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. ഒരു സോഷ്യൽ മീഡിയ ആയാലും അത് മീഡിയ ഇൻട്രാക്ഷൻ കൂടുതലായിട്ടുള്ള ഒറ്റ IASകാരനെയും ഒറ്റ IPSകാരനെയും കൃത്യമായിട്ട് പറയാം. അതായത് നിലനിർത്തി കൊണ്ടുപോകാൻ ഭരിക്കുന്ന സർക്കാരും അതിൻ്റെ പൊളിറ്റീഷ്യൻസും സമ്മതിക്കില്ല. ഒരു IPSകാരന് SP വരെ ഈസി ആയിട്ടാകാം. SP മുകളിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന DGPയേക്കാളും ഹോം സെക്രട്ടറി, അതിന് ഏറ്റവും ഉപരി ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി, ഹോം സെക്രട്ടറി, ഇവരാണ് പവർഫുൾ മുഖ്യമന്ത്രി. എങ്കിൽ മാത്രമേ ഇവർക്ക് വേറെ അപ്പോയിൻമെൻറ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ വളരെ ഒന്നുമല്ലാത്ത പോസ്റ്റുകളിലോട്ട് ആംഡ് ഫോഴ്സിൽ അവിടെ ഇവിടെ ഒക്കെ വെച്ചുകൊണ്ടെങ്കിൽ ഇരിക്കും. ഇനി പട്ടാളത്തിലുണ്ട് ഇത്.
കേണൽ വരെ ആകാം കമാൻഡിങ് ഓഫീസർ. അതിന് മുകളിലോട്ട് ബ്രിഗേഡിയറും മേജർ ജനറലും ഒക്കെ ആകണമെന്നുണ്ടെങ്കിൽ ബോർഡാണ് തീരുമാനിക്കുന്നത്. ഈ കംപ്ലീറ്റ് ഡിസിപ്ലിൻ ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനകത്ത് ഈ പറയുന്ന സീനിയർ ഓഫീസേഴ്സ് കൂടെയില്ല എങ്കിലും ഈ സംഭവം നടക്കത്തില്ല. അതിൻ്റെ അകത്ത് വലിയ പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ ഈ പട്ടാളത്തിലൊന്നുമില്ല. ബാക്കി എല്ലായിടത്തും മനസ്സിലാക്കുക, ഇവർക്കൊരു CR ഉണ്ട്, കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്. ഇവർ ബേസിക്കലി കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരാണ്, പക്ഷേ പോസ്റ്റിങ്ങും സാലറി എല്ലാം കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. DOPT ആണ് ഇവരുടെ ഫാദർ, പക്ഷേ ഇവരുടെ റണ്ണിങ് ഫാദർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്. അവരാണ് ചുമന്നുകൊണ്ട് നടക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയാം, ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് അത് ചെയ്യണം ഇത് ചെയ്യണം, ഇതൊന്നുമല്ല നടക്കാൻ പോകുന്നത്. ഇവര് സസ്പെൻഷൻ റിവോക്ക് ചെയ്യും, പക്ഷേ വളരെ മോശമായി ഏതെങ്കിലും ഇരിക്കാൻ പറ്റുന്നൊരു പോസ്റ്റിലോട്ട് കൊടുക്കും. അതുമല്ല, ഏതെങ്കിലും ഒരു മന്ത്രിമാരെടുത്തു കഴിഞ്ഞാലും 6 മാസം 1 വർഷം അതിൽ കൂടുതലൊന്നും ഇവരെ ചലിക്കാൻ വിടത്തില്ല. കൃത്യമായിട്ടറിയാം. കാരണം ഞാനിത് കാണുന്ന ഡൽഹിയിൽ പല സ്റ്റേറ്റുകളിലും എങ്ങനെയാണ് ഈ പൊളിറ്റീഷ്യൻസ് ഇവരെ ഒതുക്കി നാശമാക്കി ഒന്നുമല്ലാതെ എടുത്തായിട്ട് ദൂരെ കളയുന്നത്. ഇപ്പം അതുണ്ടാകാതിരിക്കാൻ മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അവർക്ക് നല്ല നല്ല മിടുക്കരാണ്, നല്ല ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. പക്ഷേ ഈ പറയുന്ന മന്ത്രിമാരെടുത്താലും വീണ്ടും സസ്പെൻഷൻ ചെയ്ത് റിവോക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ കൃത്യമായിട്ടും ഡിക്റ്റാറ്റ് ഉണ്ടായിരിക്കും. പലതും സോഷ്യൽ മീഡിയ പറ്റില്ല എന്ന് തന്നെ പറയും. പബ്ലിക്കുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, മീഡിയ ഇൻട്രാക്ഷൻ നിർത്താൻ തന്നെ പറയും. അശോക് പറയുന്ന പോലെ അല്ല. അശോകിന് അറിയാം, കാരണം അദ്ദേഹം IAS അക്കാഡമിയുടെ ഒക്കെ ഹെഡായിട്ടിരുന്നത്. നിങ്ങൾക്കറിയാം ഇതൊക്കെ ഇങ്ങനെയാണ്. പിന്നെ അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്നൊരു നിയമം ഇന്ന് ഇന്ത്യയിലില്ല. എന്താണെന്ന് വരാനുള്ള ദിവസം നമുക്ക് കാണാം.